നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ മാത്സ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. ഈ പെഡഗോജി ക്വസ്റ്റ്യൻസ് എല്ലാം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പഠിച്ചിരിക്കണം. 10 മാർക്കാണ് സാധാരണഗതിയിൽ മാത്സ് പെഡഗോജിയിൽ നിന്ന് ചോദിക്കാറ്. അപ്പൊ ആ ഒരു 10 മാർക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. കൂട്ടുകാർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കാം. ആ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രത്തിൽ പെടുന്നത് ഏത്? ഓപ്ഷൻസ് എ ധാരാളം ഗ്രഹപാഠം നൽകൽ, ബി സാമാന്യവൽക്കരിക്കൽ, സി ചെറിയ സന്ദർഭങ്ങൾ എടുക്കൽ, ഡി കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകൽ. ആൻസർ സി ചെറിയ സന്ദർഭങ്ങൾ എടുക്കൽ. 32ാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണവർഗ സംഖ്യകൾ ഒഴികെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഈ ആശയവിനിമയം ചെയ്യുന്നതിന് അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ്? ഓപ്ഷൻസ് എ നിഗമന രീതി, ബി ചാക്രിയ രീതി, സി ആഗമന രീതി, ഡി ആക്ഷൻ റിസർച്ച്. ആൻസർ സി ആഗമന രീതി. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നല്ല ഗണിത അധ്യാപികയുടെ റോൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ കൂടുതൽ ആവർത്തന ചോദ്യങ്ങൾ പ്രബലനത്തിന് ഉപയോഗിക്കൽ, ബി തുറന്ന ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൽ, സി അപഗ്രഥന ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കൽ, ഡി ചിന്തയെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അവസരം കൊടുക്കൽ. ആൻസർ എ കൂടുതൽ ആവർത്തന ചോദ്യങ്ങൾ പ്രബലനത്തിന് ഉപയോഗിക്കൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ പഠന പ്രക്രിയയുടെ ഫലപ്രാപ്തി അറിയൽ, ബി കുട്ടികളുടെ മികവും പരിമിതിയും രേഖപ്പെടുത്തുന്നതിന്, സി കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകാൻ, ഡി അധ്യാപികയുടെ സ്വയം വിലയിരുത്തുന്നതിന്. ആൻസർ സി കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകാൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നല്ല ഗണിത പഠന സഹായിയുടെ അതായത് ഹാൻഡ് ബുക്ക് സവിശേഷതയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ റഫറൻസിന് സഹായകരമായത്, ബി ടീച്ചറുടെ സർഗാത്മക ചിന്ത വളർത്തുന്നതിന് ഉതകുന്നത്, സി പഠനോപകരണങ്ങളെ കുറിച്ച് സൂചന നൽകുന്നത്, ഡി പാഠപുസ്തക കേന്ദ്രീകൃതമായ അറിവിനെ മാത്രം പരിഗണിക്കുന്നത്. ആൻസർ ഡി പാഠപുസ്തക കേന്ദ്രീകൃതമായ അറിവിനെ മാത്രം പരിഗണിക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, പാദവാർഷിക പരീക്ഷ താഴെ പറയുന്ന ഏത് ഇനം വിലയിരുത്തലാണ്? ഓപ്ഷൻസ് എ പഠനം തന്നെ വിലയിരുത്തൽ, ബി വിലയിരുത്തൽ തന്നെ പഠനം, സി പഠനത്തെ വിലയിരുത്തൽ, ഡി പഠനത്തിനായുള്ള വിലയിരുത്തൽ. ആൻസർ സി പഠനത്തെ വിലയിരുത്തൽ. 37ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകളുടെ സങ്കലനം അവതരിപ്പിക്കുന്നതിന് ആവശ്യം വേണ്ട മുന്നറിവ്. ഓപ്ഷൻസ് എ ഭിന്നസംഖ്യകളുടെ ഗുണനം, ബി ദശാംശ സംഖ്യകളുടെ സങ്കലനം, സി ഒരേ അംശമുള്ള ഭിന്നസംഖ്യകളുടെ സങ്കലനം,
ഡി തുല്യഭിന്നം എന്ന ഭയം. ആൻസർ ഡി തുല്യഭിന്നം എന്ന ഭയം. 38ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗണിത പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷത ഏത്? ഓപ്ഷൻസ് എ പ്രവർത്തനാധിഷ്ഠിതമായത്, ബി നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കൽ, സി ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നു, ഡി പഠന നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകൽ. ആൻസർ സി ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നു. 39ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമറി തലത്തിൽ ആശയ അവതരണ ഘട്ടത്തിൽ റു എന്നത് ഒരു പ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻസ് എ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം, ബി സംഖ്യ എഴുതൽ, സി സംഖ്യയെ വാചികമായി പറയൽ, ഡി സംഖ്യയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കൽ അല്ലെങ്കിൽ തിരിച്ചറിയൽ. ആൻസർ എ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം. 40ാമത്തെ ക്വസ്റ്റ്യൻ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് എ 6174, ബി 6714, സി 1729, ഡി 1792. ആൻസർ 1729, 1729. ഇത് നന്നായിട്ടൊന്ന് ഓർത്തിരുന്നോ, മിക്കപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയോട് 200 എന്ന സംഖ്യ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ 200 എന്ന് എഴുതി. ഇതേ കുട്ടിയോട് 204 എന്ന് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ 2004 എന്നെഴുതി. ഈ തെറ്റ് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻസ് എ ഉത്തരം ഊഹിക്കാനുള്ള അവസരം നൽകുന്നു, ബി കൂടുതൽ ഗ്രഹപാഠങ്ങൾ നൽകുന്നു, സി സംഖ്യാബോധവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഡി സമാനമായ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ആൻസർ സി സംഖ്യാബോധവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. 42ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്ട് മെത്തേഡ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പ്രോജക്ട് രീതിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഡെവലപ്പിംഗ് റിസർച്ച് ആറ്റിറ്റ്യൂഡ്, ഗവേഷണ മനോഭാവം വളരുന്നു, ബി ഡെവലപ്പിംഗ് അനലറ്റിക്കൽ സ്കിൽ, അപഗ്രഥന ശേഷി വളരുന്നു, സി ഡെവലപ്പിംഗ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്, പഠനത്തിൽ താല്പര്യം വളരുന്നു, ഡി ഡെവലപ്പിംഗ് ഗുഡ് മെമ്മറി, ഓർമ്മശക്തി വർദ്ധിക്കുന്നു. ആൻസർ ഡി ഡെവലപ്പിംഗ് ഗുഡ് മെമ്മറി, ഓർമ്മശക്തി വർദ്ധിക്കുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് റൈറ്റിംഗ് റെസ്പോൺസ് പേജ് ഓഫ് ടീച്ചിങ് മാനുവൽ? ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജ് എഴുതുന്നതിന്റെ ഉദ്ദേശം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ടു അസസ് ദ കണ്ടന്റ് നോളജ് ഓഫ് ദ ടീച്ചർ, അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്, ബി ടു അസസ് ദ ലേണിംഗ് ആക്ടിവിറ്റി, പഠന പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന്, സി ടു ഐഡന്റിഫൈ ദ ലേണിംഗ് പ്രോഗ്രസ് ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ പഠന പുരോഗതി തിരിച്ചറിയുന്നതിന്, ഡി ടു ഐഡന്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽട്ടി ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ പഠന പ്രശ്നം തിരിച്ചറിയുന്നതിന്. ആൻസർ എ ടു അസസ് ദ കണ്ടന്റ് നോളജ് ഓഫ് ദ ടീച്ചർ, അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. 44ാമത്തെ ക്വസ്റ്റ്യൻ.
The sum of a consecutive natural numbers is always a multiple of 3, which is the learning method suitable to prove this principle. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും 3ന്റെ ഗുണിതമാണ്. ഈ തത്വം തെളിയിക്കുന്നതിന് പ്രൈമറി ക്ലാസ്സിൽ അനുയോജ്യമായ പഠന രീതി ഏത്? ഓപ്ഷൻസ് എ ഇൻഡക്റ്റീവ് മെത്തേഡ് ആഗമന രീതി, ബി ഡിഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതി, സി അനലറ്റിക് മെത്തേഡ് അപഗ്രഥന രീതി, ഡി സിന്തറ്റിക് മെത്തേഡ് ഉദ്ഗ്രഥന രീതി. ആൻസർ ബി ഡിഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതി. 45ാമത്തെ ക്വസ്റ്റ്യൻ. The most appropriate tool that helps to identify the misconcept of students in mathematics is. ഗണിതത്തിൽ കുട്ടികൾക്കുണ്ടായ തെറ്റായ ധാരണകൾ മനസ്സിലാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ. ഓപ്ഷൻസ് എ അച്ചീവ്മെന്റ് ടെസ്റ്റ് സിദ്ധി ശോധകം, ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നിദാന ശോധകം, സി യൂണിറ്റ് ടെസ്റ്റ്, ഡി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഭിരുചി പരീക്ഷ. ആൻസർ ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നിദാന ശോധകം. 46ാമത്തെ ക്വസ്റ്റ്യൻ. എ ടീച്ചർ ആസ്ക്ഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടു അനലൈസ് എ പ്രോബ്ലം ഇൻ മാത്തമാറ്റിക്സ്. അറേഞ്ച് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഗണിതത്തിലെ ഒരു പ്രശ്നം അപഗ്രഥിക്കാൻ ഒരു അധ്യാപകൻ ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്തുക. എ വാട്ട് ആർ ദ ഗിവൺ ഡീറ്റെയിൽസ് എന്തെല്ലാം വിവരങ്ങൾ തന്നിട്ടുണ്ട്. ബി വാട്ട് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട് എന്താണ് കണ്ടെത്തേണ്ടത്. സി ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം. ഡി വാട്ട് ആർ ദ റിക്വയർഡ് തിങ്സ് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഓപ്ഷൻസ്. അപ്പൊ കൂട്ടുകാർ സ്വയം ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ആൻസർ സി ബി. ബി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? വാട്ട് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട് എന്താണ് കണ്ടെത്തേണ്ടത്. സി എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം. അടുത്തത് ഏതായിരിക്കും? ഡി വാട്ട് ആർ ദ റിക്വയർഡ് തിങ്സ് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ലാസ്റ്റ് വാട്ട് ആർ ദ ഗിവൺ ഡീറ്റെയിൽസ് എന്തെല്ലാം വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻസർ സി ആണ്. അതായത് ബി സി ഡി എ. 47ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് സ്കിൽ ഇൻ മാത്തമാറ്റിക്സ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷിയിൽ പെടാത്തത് ഏത്. ഓപ്ഷൻസ് എ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചോദിക്കൽ, ബി ടേക്കിംഗ് ഡിസിഷൻ തീരുമാനമെടുക്കൽ, സി ജനറലൈസിംഗ് സാമാന്യവൽക്കരിക്കൽ, ഡി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആശയവിനിമയ ശേഷി. ആൻസർ ഡി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആശയവിനിമയ ശേഷി. 48ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് അസസ്മെന്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ഉദ്ദേശം അല്ലാത്തത് ഏത്. ഓപ്ഷൻസ് എ ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് പ്രോബ്ലംസ് ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തൽ, ബി ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് പഠന ബോധന തന്ത്രങ്ങൾ എത്രമാത്രം ഫലപ്രദമായി എന്ന് കണ്ടെത്തൽ, സി ടു ഗിവ് ഫീഡ്ബാക്ക് ടു പാരന്റ് അബൌട്ട് ദ ലേണിംഗ് ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ പഠനത്തെക്കുറിച്ച് രക്ഷിതാവിന് ഫീഡ്ബാക്ക് നൽകൽ, ഡി ടു കമ്പയർ ദ ലേണർ വിത്ത് അതർ ചിൽഡ്രൻ ആൻഡ് അഡ്വൈസ് ദം ടു സ്റ്റഡി വെൽ പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാനുള്ള ഉപദേശം നൽകൽ.
ആൻസർ ഡി. ടു കമ്പയർ ദ ലേണർ വിത്ത് അതർ ചിൽഡ്രൻ ആൻഡ് അഡ്വൈസ് ദം ടു സ്റ്റഡി വെൽ. പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് നന്നായി പഠിക്കാനുള്ള ഉപദേശം നൽകൽ. 49ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് ഇൻ മാത്തമാറ്റിക്സ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിതത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ. ടേക്കിംഗ് സിംപ്ലർ കേസസ്, ചെറിയ സന്ദർഭങ്ങൾ എടുക്കൽ. ബി. റൈറ്റിംഗ് പാറ്റേൺസ്, പാറ്റേൺ എഴുതൽ. സി. റിവേഴ്സ് തിങ്കിങ്, പുറകോട്ട് ചിന്തിക്കൽ. ഡി. ഡേറ്റ കളക്ഷൻ, ദത്തശേഖരണം. ആൻസർ ഡി. ഡേറ്റ കളക്ഷൻ, ദത്തശേഖരണം. 50ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ സോഫ്റ്റ്വെയർ ഫോർ ലേണിംഗ് മാത്തമാറ്റിക്സ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിത പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് എ. ജിയോജിബ്ര, ബി. മാറ്റ്ലാബ്, സി. ഡോക്ടർ ജിയോ, ഡി. കിങ്. ആൻസർ ബി. മാറ്റ്ലാബ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജ് എഴുതുന്നതിന്റെ ഉദ്ദേശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ. പഠന പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന്. ബി. ഭിന്ന നിലവാരത്തിലുള്ള കുട്ടികളെ തിരിച്ചറിയാൻ. സി. പഠിതാവിന്റെ പഠന പുരോഗതി തിരിച്ചറിയാൻ. ഡി. അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. ഈ ടീച്ചിങ് മാനുവലുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി. അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. 52ാമത്തെ ക്വസ്റ്റ്യൻ. എലമെന്റ്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ. ദെക്കാർത്തെ, ബി. യൂക്ലിഡ്, സി. പിയാഷെ, ഡി. ഗാഗ്നെ. ആൻസർ ബി. യൂക്ലിഡ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഗണിത പ്രക്രിയാശേഷിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ. സാമാന്യവൽക്കരിക്കൽ, ബി. തീരുമാനമെടുക്കൽ, സി. ചോദ്യങ്ങൾ ചോദിക്കൽ, ഡി. ഗ്രഹപാഠം ചെയ്യൽ. ആൻസർ ഡി. ചോദ്യങ്ങൾ ചോദിക്കൽ. 54ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ഗണിത നിഘണ്ടുവെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ചത്. ബി. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി അധ്യാപകർ നിർമ്മിച്ചത്. സി. പുതിയ ആശയങ്ങളും ധാരണകളും എപ്പോഴും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. ഡി. ഒരു റഫറൻസ് മെറ്റീരിയലായി ഉപയോഗിക്കാൻ കഴിയുന്നത്. ആൻസർ ബി. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി അധ്യാപകർ നിർമ്മിച്ചത്. 55ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോജക്ട് രീതിയുടെ പ്രധാന സവിശേഷതയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ. ഓർമ്മശക്തി വർദ്ധിക്കുന്നു, ബി. അപഗ്രഥന ചിന്ത വളരുന്നു, സി. ഗവേഷണ മനോഭാവം വളരുന്നു, ഡി. ഗണിത പഠനത്തിൽ താല്പര്യം വളരുന്നു. ഈ പ്രോജക്ട് രീതിയുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പും ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ എ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് പെടാത്തത് ഏത്, ചെയ്യാത്തത് ഏത്, വരാത്തത് ഏത്, അതായത് നെഗറ്റീവ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാര് ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
56ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു നല്ല ഗണിത അധ്യാപിക സഹായിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ അധ്യാപകരുടെ സർഗാത്മക ചിന്ത വളർത്തുന്നതിന്, ബി ഗണിതാശയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് സൂചന നൽകുന്നത്, സി വ്യത്യസ്ത നിലവാരക്കായ കുട്ടികളെ പരിഗണിക്കുന്നത്, ഡി ഉള്ളടക്കവും വലിപ്പവും കൂടുതൽ ഉള്ളത്. ആൻസർ ഡി ഉള്ളടക്കവും വലിപ്പവും കൂടുതൽ ഉള്ളത്. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കൗണ്ട് എന്ന ആശയം അവതരിപ്പിക്കുന്നതിന് ആവശ്യം വേണ്ട മുന്നറിവ് ഏതാണ്? ഓപ്ഷൻസ് എ ദശാംശ സംഖ്യകളുടെ ഹരണം, ബി ശതമാനം എന്ന ആശയം, സി അംശബന്ധം എന്ന ആശയം, ഡി ഭിന്നസംഖ്യകളുടെ ഹരണം. ആൻസർ ബി ശതമാനം എന്ന ആശയം. 58ാമത്തെ ക്വസ്റ്റ്യൻ. ഗണിതവൽക്കരണത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ യുക്തിചിന്ത, ബി ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, സി ഒരേപോലെയുള്ള ഗണിത പ്രശ്നങ്ങൾ ആവർത്തിച്ച് ചെയ്യൽ, ഡി പട്ടികപ്പെടുത്തൽ. ആൻസർ സി ഒരേപോലെയുള്ള ഗണിത പ്രശ്നങ്ങൾ ആവർത്തിച്ച് ചെയ്യൽ. 59ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അതിന്റെ പാദത്തിന്റെയും പാദത്തിലേക്കുള്ള ലംബത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഉദാഹരണം, പാദം സമം 10 സെന്റിമീറ്റർ, ലംബം സമം 8 സെന്റിമീറ്റർ. പരപ്പളവ് സമം 1/2 × 10 × 8 = 40 ചതുരശ്ര സെന്റിമീറ്റർ. ഇത് ഏത് പഠന രീതിയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ പ്രോജക്റ്റ് രീതി, ബി നിഗമന രീതി, സി ഹ്യൂറിസ്റ്റിക് രീതി, ഡി ആഗമന രീതി. ആൻസർ ബി നിഗമന രീതി. 60ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗണിതത്തിലെ വാർഷിക പരീക്ഷ ഏത് ഇനം വിലയിരുത്തൽ രീതിയാണ്? ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ബി പഠനത്തെ വിലയിരുത്തൽ, സി വിലയിരുത്തൽ തന്നെ പഠനം, ഡി പഠനം തന്നെ വിലയിരുത്തൽ. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി പഠനത്തെ വിലയിരുത്തൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇടാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.